ഉള്ളതേ നാര് പോലുള്ളതിന് ഇച്ചിരി കൂടെ വലിപ്പത്തിലുള്ള നാരുകളാക്കുന്നതാണ് മണിപ്പുട്ട്. അപ്പോൾ നമുക്കിന്ന് നോക്കാം. തിളച്ച വെള്ളത്തിൽ മാവ്, അരിപ്പൊടി, പച്ചരിപ്പൊടി നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പുമൊക്കെ ഒഴിച്ച് കുഴച്ച് ഇതാണ്ട് ഉണ്ട പോലെ ആക്കി വെക്കും. ഒരു പക്ഷേ ഇത് വെള്ളം കൂടി പോയെന്ന് വെച്ചു, അത് നമ്മൾ കുറച്ച് നേരം തുറന്ന് വെച്ചിരുന്നാൽ മതി, അതങ്ങ് കട്ട പിടിച്ചോളും. അപ്പോൾ ഇന്ന് നമുക്ക് ഇടിയപ്പത്തിൻ്റെ ചേട്ടൻ മണിപ്പുട്ടിനെ ഉണ്ടാക്കാം. ഇടിയപ്പത്തിൻ്റെ ചേട്ടൻ മണിപ്പുട്ട്, അത് തിളച്ച വെള്ളത്തിൽ നല്ല അരിപ്പൊടി കുഴച്ച് ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം കൂടി പോയാൽ ഇച്ചിരി നേരം തുറന്ന് വെച്ചിരുന്നാൽ മതി മാവ്. അപ്പോൾ നമുക്കിന്ന് നോക്കാം. എടുത്താൽ മതി. തിളച്ച വെള്ളത്തിൽ മാവ് കുഴച്ച് അത് ഉപകരണത്തിൽ കൂടെ പീച്ചി എടുത്തപ്പോൾ അത് നല്ല വെന്തു. എന്നാലും നമ്മൾ അതൊന്നുകൂടെ വേവിക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഈ ഇടിയപ്പം ഇതിൽ കൂടെ വലിയ അച്ചിൽ കൂടിയാണ് ഇത് കടത്തി നമ്മൾ പീച്ചി എടുക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ ചേട്ടനാണ് മണിപ്പുട്ടെന്ന് പറയുന്നത്. ഇടിയപ്പത്തിൻ്റെ അനുജനാണ് നൂൽപുട്ട്. ഇത് ഇടിയപ്പത്തിൻ്റെ ചേട്ടൻ. എല്ലാം ഈ ഉപകരണത്തിൽ കൂടെ പീച്ചിയാണ് എടുക്കുന്നത്. കണ്ടോ? നമുക്ക് ഇങ്ങനെയാണ്. ഇലയ്ക്കകത്ത് വെച്ച് പീച്ചിയത് അടുപ്പിലോട്ട് വെച്ചു. ആവി വന്ന് തുടങ്ങി. നല്ല തീയിടുന്ന് പിന്നീട് ഇത് അടയ്ക്കാം. വേണ്ട, ഇടിയപ്പത്തിൻ്റെ ചേട്ടൻ മണിപ്പുട്ടാണ്. അതിനെ മുറിച്ച് നമുക്ക് ഉപയോഗിക്കാം. മുറിച്ച് അതല്ല വലുതായിട്ടാണ് കഴിക്കേണ്ടതെങ്കിൽ അതിനും കഴിക്കാം. ഏത് കറിയും നമുക്കിതിന് കഴിക്കാം. രാത്രിയിലും രാവിലെയും ആഹാരമായിട്ട് നമുക്കിത് കഴിക്കാം. നല്ല ചുമന്ന പച്ചരിയുടെ പൊടി നല്ല തിളച്ച വെള്ളത്തിലിട്ട് കുഴച്ച് ഇടിയപ്പത്തിൻ്റെ വലിയ ദ്വാരമുള്ള അച്ചിൽ കൂടി വേണം ഇത് പീച്ചി എടുക്കാൻ. നല്ല തിളച്ച വെള്ളത്തിൽ കുഴയ്ക്കുമ്പം തന്നെ ഇത് നല്ല വെന്തിരിക്കും. എന്നാലും നമ്മൾ ആവി കയറ്റി ഇതുപോലെ ആകൃതിയാക്കണം. മുറിച്ച് ഉപയോഗിക്കാം. അതല്ല വലുതായിട്ട് തന്നെ വേണമെങ്കിൽ ഇതാണ്ട് തേങ്ങാപ്പീരയും പഞ്ചസാര ഇടാം. അതല്ല എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കഴിക്കാം. ഏത് കറിയും നമുക്ക് കൂട്ടാം. ഇതാണ് ഇടിയപ്പത്തിൻ്റെ ചേട്ടൻ മണിപ്പുട്ട്. ഇടിയപ്പത്തിൻ്റെ അനിയനാണ് നൂൽപുട്ട്. ഇടിയപ്പമാണ് മധ്യ രീതിയിലുള്ളത്. ഇപ്പോൾ സാധാരണക്കാരുടെ ഭക്ഷണം ഇടിയപ്പമാണ്. മണിപ്പുട്ടും നൂൽപുട്ടും കുറവാണ്. ഇത് ഇടിയപ്പമാണ്. ഇത് കണ്ടോ? അതിൻ്റെ നാര് നേർത്തതാണ്.